സ്തുതി. നിങ്ങളുടെ കൂടെ ഇന്ന് രാവിലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം തന്ന ഈ സമയത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ ഒത്തിരി ദൂരമില്ലാത്ത ചീമവനം എന്നുള്ള പ്രദേശത്തിൽ വളർന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്സിലോട്ട് ഒരു 15 വയസ്സായപ്പോൾ പോയി. പിന്നെ ഓരോ എഡ്യൂക്കേഷൻ, പിന്നെ വർക്ക്, മാരേജ് അങ്ങനെയുള്ള കാര്യത്തിൽ സ്റ്റേറ്റ്സിൽ തന്നെയായിരുന്നു. ഒരു 16 വർഷം മുമ്പേ ഞാൻ മെഡിസിൻ ഫുൾ ടൈം നിർത്തി. ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനുമായിട്ട് ആ ബന്ധത്തിൽ അഫ്ഗാനിസ്ഥാനിലുള്ള പ്രദേശത്തോട് ദൈവം എന്നെ നയിച്ചു. കൊച്ചുകാലത്തിൽ തന്നെ മിഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കായിരുന്നു. കാരണം എൻ്റെ പപ്പ ഒരു CSI പ്രീസ്റ്റായിരുന്നു. ഒരു 3-4 വർഷം ഒരു പ്രീസ്റ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു മാനസാന്തരം വന്ന് ഇങ്ങനെ ഒരു പെനക്കോസ്റ്റൽ ബിലീഫിലോട്ട് വന്നു. പക്ഷേ ഞാൻ പപ്പ പറയുന്ന ഓർക്കുന്നുണ്ട്, CSIയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, പെന്തക്കോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഈ സഭകളിലല്ല നമ്മുടെ രക്ഷ നമുക്ക് ശരിക്കും കിട്ടുന്നത്, അത് യേശുവിങ്കിൽ നിന്നാണ്. ഏതൊരു സഭയാണേലും നമ്മുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം നമുക്ക് തന്നെ ചോദിക്കാൻ പറ്റുന്നത്, നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണ്? അപ്പം ആ ഒരു ചോദ്യം എൻ്റെ കുട്ടിക്കാലത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പോലും ഓർക്കുന്നുണ്ട്, എനിക്കൊരു 8-9 വയസ്സുള്ളപ്പോൾ അപ്പോൾ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മിഷൻ ഇവൻറ്റിന് എന്നെ കൂടെ കൊണ്ടുപോയി. അപ്പം അവിടെ ഒരു വീക്കെൻഡ് ആയത് കാരണം ഒരു മൂവി ഉണ്ടായിരുന്നു, ഒരു ഡോക്യുമെൻ്ററി, ക്രിസ്ത്യൻ മിഷൻസിൻ്റെ ഒരു ഡോക്യുമെൻ്ററി. അതിനകത്ത് ഉള്ള ഒരു അനുഭവം, ഒരു ജാപ്പനീസ് ഡോക്ടർ, ഒരു നൂറ്റാണ്ടിലൊക്കെ മുമ്പേ ഉള്ളൊരു സ്റ്റോറിയായിരുന്നു. ഇൻറ്റീരിയർ പാർട്സ് ഓഫ് ചൈനയിലോട്ട് ഒരു ജാപ്പനീസ് ഡോക്ടർ പോകുന്നു. അപ്പം നമുക്ക് ഇച്ചിരി ഹിസ്റ്ററി അറിയാമെങ്കിൽ ജാപ്പനീസും ചൈനീസും ഒത്തിരി അടുപ്പമുള്ള ആൾക്കാരല്ല. കാരണം ജാപ്പനീസ് വേൾഡ് വാറിലൊക്കെ ഒത്തിരി ചൈനീസ് ആൾക്കാരെ കൊന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരു ക്രിസ്തീയ അനുഭവമുള്ള ഒരു ഡോക്ടർ ചൈനയുടെ ഇൻറ്റീരിയർ പാർട്സിലോട്ട് പോയി. അവിടെ തന്നെ യേശുവിനെ കുറിച്ച് ഈ മെഡിസിനിൽ കൂടെ യേശു ആരാണെന്ന് പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുത്ത് അവിടെ തന്നെ മരിക്കുവാൻ ഇടയായി. അപ്പോൾ ഒരു 8-9 വയസ്സായ എന്നെ ഇത് ഒത്തിരി ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അന്ന് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ മിഷൻസ് ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായി. അത് കാരണം മെഡിസിൻ തന്നെ ഞാനിങ്ങനെ പെർസ്യൂ ചെയ്തു. അപ്പോൾ ഒത്തിരി പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തല്ലോ എന്ന് എനിക്ക് ഒരു ഓർമ്മ വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് ദിവസങ്ങൾ, ഒരു 5-6 ദിവസങ്ങൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ചെയ്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്തീയ ഒരു ഗ്രൂപ്പിനെ പറ്റി കേൾക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത്. ഇത് 2009 ഞാൻ ആദ്യമായിട്ട് പോയത്. ഒരു 4 വർഷം ഇപ്പം സ്റ്റേറ്റ്സിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് പോവുകയും ഈ മെഡിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുകയും പല ഡോക്ടർമാരോടും നഴ്സസിനോടും മിഡ്വൈഫ്സിനോടും ഫാർമസിസ്റ്റിനോടും ഈ ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പഠിപ്പിക്കുവാൻ ഇടയായി. അങ്ങനെ ഒരു 10 പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് 2012
ഡിസംബറിൽ എൻ്റെ കൂടെയുള്ള ഡോക്ടറും ഞങ്ങളുടെ ഡ്രൈവറും ഞങ്ങൾ തിരിച്ചൊരു വളരെ ഇൻറ്റീരിയർ ഒരു വില്ലേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യുകയും ഞങ്ങളെ ഹോസ്റ്റേജായിട്ട് ഒരു 4 ദിവസം ഇങ്ങനെ നിർത്തി. അപ്പം എൻ്റെ ഈ അനുഭവം പറയുമ്പോൾ തന്നെ ഇതൊരു എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെ ഒരു പ്രാർത്ഥന ഒരു കഥയായിട്ട് മാത്രം ഇത് കേട്ട് നല്ലൊരു കഥയാണല്ലോ എന്ന് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം. ഈ പറഞ്ഞ വ്യക്തിക്ക് ക്രിസ്തുവിനെ ഒരു ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാ എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് വരണം. അപ്പം ഞാൻ ഈയിടെയായിട്ട് ഒത്തിരി പഠിക്കുന്ന ഒരു ബുക്ക് യാക്കോബിൻ്റെ ലേഖനം. അപ്പോൾ ഇംഗ്ലീഷിൽ അത് റോങ് ട്രാൻസ്ലേഷനാണ്, ജെയിംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹീബ്രുവും ഗ്രീക്കിലും ഒരു പക്ഷേ ഗ്രീക്കിൽ ജെയിംസ് എന്ന് യാക്കോബ് എന്നുള്ളൊരു വാക്കില്ലാത്തതുകൊണ്ടായിരിക്കും ജെയിംസ് എന്ന ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരു മൂത്ത ചേച്ചിയുണ്ട്. ചേച്ചി പണ്ട് തൊട്ടേ കൊച്ചിലെ തൊട്ട് വളരെ ശാന്തതയും വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പപ്പായെ പോലെ. എനിക്ക് ആ സ്വഭാവം ഒത്തിരി കിട്ടിയില്ലായിരുന്നു കൊച്ചിലെ. ഇപ്പം ഇച്ചിരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഒത്തിരിയില്ല. അപ്പം ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ മമ്മിയും പപ്പായും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിന്റെ ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ചേച്ചി ചെയ്യുന്ന പോലെ ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യുക. അപ്പം ഞാൻ ഈയിടെ ജെയിംസിൻ്റെ അല്ലെ യാക്കോബിൻ്റെ ലേഖനം വായിച്ചപ്പോൾ ഞാനൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, ഒരു യേശുവിൻ്റെ ചെറിയൊരു ഈ സഹോദരനായിട്ട് വളർന്ന യാക്കോബിന് എന്തുമാത്രം പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും, നിനക്കെന്ന യേശുവിനെ പോലെ ഇത് ചെയ്യരുതോ അല്ലെങ്കിൽ അത് ചെയ്യരുതോ. നമുക്ക് യേശുവിൻ്റെ സഹോദരന്മാരെ പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ ഈ യാക്കോബിൻ്റെ ലേഖനം എഴുതിയത് യേശുവിൻ്റെ ഹാഫ് ബ്രദറാണ്. അപ്പം പല ആൾക്കാരും ഇത് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴത്തേന് പറയുന്ന ഒരു കാര്യം, യേശു പറഞ്ഞ സെർമൺ ഉണ്ടല്ലോ, സെർമൺ ഓൺ ദ മൗണ്ട്, ആ സെർമൺ ശരിക്കും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് യാക്കോബിൻ്റെ ലേഖനം. അപ്പം ആദ്യം തന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ. ജെയിംസിൻ്റെ ലേഖനത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ വേഴ്സസ് 2 തൊട്ട് 4 വരെ ആരെങ്കിലും ഒന്ന് വായിച്ചേ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുമെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എഴുതി. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്ത തികഞ്ഞവരും സമ്പൂർണ്ണമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമുക്ക് എന്തെങ്കിലും കഠിനമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേന് അതിനെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെന്ന് യാക്കോബ് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അതിന് വിശ്വാസത്തിനൊരു പർപ്പസ് ഉണ്ട്, നമ്മൾ സന്തോഷിക്കാനൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മളെ വേറൊരു ക്യാരക്ടറിലേക്ക് മാറ്റാനുള്ള ഒരു പർപ്പസിനാണ് ഈ ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. പക്ഷേ എന്നോട് നിങ്ങൾ ആരെങ്കിലും ഈ താലിബാൻ ആദ്യം പിടിച്ചപ്പോഴത്തേന് എങ്ങനെയായിരുന്നു എൻ്റെ സന്തോഷം എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് പറയാൻ പറ്റും, യേശുവിനെ അല്ലെ ദൈവത്തിനെ എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത്. കാരണം എൻ്റെ മനസ്സിൽ ദൈവവും ഞാനും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു യേശുവിന് വേണ്ടി മെഡിക്കൽ മിഷൻസിൽ കൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു ഗുണം ഉണ്ടാകണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥനയും അത് ഓരോ പ്രവർത്തനങ്ങളും. ഇത് ആദ്യം സംഭവിക്കുന്ന സമയം ആ ചിന്തയല്ല എൻ്റെ മനസ്സിൽ കൂടെ പോയത്. ദൈവമേ, നിനക്ക് എന്തോ തെറ്റുപറ്റിയല്ലോ
ഇത് സംഭവിക്കേണ്ട കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് തെറ്റുമല്ലോ, പല അങ്ങനെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. അപ്പം യാക്കോബ് പറയുന്നത് ട്രയൽസിന് എന്തെങ്കിലും ഒരു ദൈവത്തിനൊരു ഗുണം കാണും നിന്റെ ജീവിതത്തിൽ കൂടെ. നിന്റെ ട്രയൽസിൽ കൂടെ ദൈവത്തിനും ദൈവമക്കൾക്കും നിനക്കും ഒരു ഗുണം കാണുമെന്ന അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമ്മൾ എൻ്റെ കൂടെ എൻ്റെ ഒരു മെഡിക്കൽ പാർട്ട്ണറും അവിടുത്തെ 2 ആഫ്ഗാൻ മനുഷ്യരുണ്ടായിരുന്നു, ഡ്രൈവറും. അപ്പോൾ ഈ മെഡിക്കൽ പാർട്ട്ണർ, അവിടുത്തെ ഡയറക്ടർ, ഞാൻ ഒത്തിരി യേശുവിനെ പറ്റി പറഞ്ഞ് പുള്ളിക്കാരൻ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരന് ഇംഗ്ലീഷും അറിയാം. എനിക്ക് അവിടുത്തെ 2 ഭാഷ ശരിക്കും പൂർണ്ണമായിട്ട് അറിയാനുള്ള ഒരു സമയവും ഒരു ചാൻസും കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ ഞാനും ഈ പുള്ളിക്കാരനോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന, എന്നോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ പുള്ളിക്കാരൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളൊരു പാഷ്ടോ എന്നുള്ളൊരു ലാംഗ്വേജിൽ പറഞ്ഞ് അങ്ങനെയായിരുന്നു നമ്മുടെ സംസാരങ്ങൾ. ആദ്യത്തെ ദിവസം എനിക്ക് ഒത്തിരി ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കിട്ടി. കാരണം ഒരു 10-10.5 മണിക്കൂർ നമ്മൾ ഈ മലയിൽ കൂടെ, പല മലകളിൽ കൂടെ നടന്നു. ഏറ്റവും അവസാനം ഒരു 12:30 രാവിലെ ഒക്കെ ആയപ്പോഴത്തേന്, രാത്രി ആയപ്പോഴത്തേന് ഒരു അബാൻഡൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു മുറിയിൽ നമ്മൾ ആ നൈറ്റ് മൊത്തം, ആദ്യത്തെ നൈറ്റ് മൊത്തം ഇരുന്നു. അപ്പം പല പല കാര്യങ്ങളെ പറ്റിയായിരുന്നു ചർച്ചകൾ. പക്ഷെ രണ്ടാമത്തെ ഫുൾ ദിവസം ഇതിൽ 4 പേരുണ്ടായിരുന്നു ഈ തോക്കുകളായിട്ട്. അവർ താലിബാൻ മെമ്പേഴ്സ്. എല്ലാവരും താലിബാൻ മെമ്പേഴ്സ് അല്ലായിരുന്നു. ചിലവർ മുജാഹിദീൻ എന്ന് പറയും, ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ചിലവർ ഹഖാനി എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക്. അവിടെ ഈ മുസ്ലിം നെറ്റ്വർക്ക്, ഇൻസർജൻസി നെറ്റ്വർക്ക് ഒത്തിരി ഉണ്ട്. 50-60 നെറ്റ്വർക്ക്സുകളാണ് അവിടെ. അപ്പം രണ്ടാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ, ഞാൻ അതിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ശരിക്കും ദൈവത്തോട് ഒരു തർക്കം എന്നുള്ള രീതിയായി എൻ്റെ ചിന്തകളും എൻ്റെ വാക്കുകളും. അപ്പം തർക്കിച്ച് ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഒരു കാര്യം, യോബിന് ദൈവത്തോടൊരു തർക്കം വന്നല്ലേ. അപ്പം ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, where were you when I made the very foundations of the earth? അതിൻ്റെ മലയാളത്തിൽ എങ്ങനെ? ഭൂമിയുടെ അടിസ്ഥാനം ഞാൻ വെച്ചപ്പോൾ തന്നെ നീ എവിടെയായിരുന്നു. അപ്പം നമ്മൾ ആരോടാ തർക്കിക്കുന്നതെന്ന് നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണം അല്ലേ. പക്ഷേ തർക്കിക്കുവാനും സംസാരിക്കുവാനും ഉള്ള ഫ്രീഡം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തോട് സംസാരിക്കാനുള്ള ഫ്രീഡം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ആ ചിന്ത എനിക്ക് വന്നപ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ചിന്ത, ദൈവമേ, എൻ്റെ ജീവിതം ഇപ്പോൾ അപകടത്തിലാണെങ്കിലും നിനക്ക് ഇതിൽ കൂടെ ഒരു പദ്ധതി കാണുമല്ലോ. പിന്നെ എനിക്ക് ഒരു ചിന്ത വന്നത്, എൻ്റെ ജീവിതമായിരിക്കും, അപ്പം എൻ്റെ ജീവിതമായിരിക്കും ഒരേ ഒരു ബൈബിൾ ഇവർ കാണാൻ പോകുന്നത്. അവരതിൽ കൂടെ എന്ത് വായിക്കാൻ പറ്റും? നമ്മുടെ ജീവിതങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയിൽ നിൽക്കാനുള്ള ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണിച്ച് പകർന്ന് മറ്റ് ജീവിതങ്ങളെ ഇത് അഫക്റ്റ് ചെയ്യുന്ന ഒരു ദാനമാണ്. അതിൻ്റെ വാല്യൂ എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നൊരു മോന് ദുബായിൽ നിന്ന് പോവാ. ഞാനൊരു 15 വർഷം മുമ്പേ ദുബായിലൊരു ചർച്ച സംസാരിച്ചപ്പോഴത്തേനും ഒരു അച്ചായന്, ഞാൻ ഡിനോമിനേഷൻ മറന്നുപോയി, അത് ഇമ്പോർട്ടൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു അച്ചായൻ എന്നോട് വന്ന് പറഞ്ഞു, മോനെ, ദൈവം ഭയങ്കര കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്തിട്ടുള്ളത്, ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ആയിട്ടൊരു 50-55 വർഷമായി. ദൈവം പല കാര്യങ്ങളും ഇവിടെ നമ്മുടെ ചർച്ചയിൽ കൂടെ
ചെയ്യാൻ തന്നിട്ടുണ്ട്, അല്ല അവസരം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അച്ചായനോടും വലിയ സന്തോഷം തോന്നി. കാരണം ദൈവം നല്ലവനാന്നുള്ളൊരു ടെസ്റ്റിമോണി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പറയുന്നതിന് ഭയങ്കര ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത്, അച്ചായ ഈ ദൈവം നല്ലവൻ ആണെന്ന് ഉള്ള ഒരു കാര്യം അച്ചായൻ്റെ വാക്കിൽ കൂടെ, ഇവിടുത്തെ ഒരു എമറാൾട്ടി ലോക്കൽ അച്ചായൻ്റെ വാക്കിൽ കൂടെ കേട്ടിട്ടുണ്ട്. ഞാൻ ശാന്തമായിട്ട് തന്നെ ചോദിച്ചു, ഞാനൊരു ഒഫൻസീവായിട്ട് ചോദിച്ചല്ല, എൻ്റെ മനസ്സ് പെട്ടെന്ന് വന്ന, അയ്യോ മോനെ, ഈ ലോക്കൽസിനോട് യേശു ആരാന്ന് പറഞ്ഞ് നമ്മുടെ ജോലി നാളെ തന്നെ പോകും, അത് വാസ്തവമായിരിക്കാം. അപ്പൊ എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് പോയ, അച്ചായ ദൈവം നല്ലവനാണ് അച്ചായൻ്റെ ജീവിതത്തിൽ, പക്ഷെ അച്ചായൻ ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻ്റ് ദൈവമല്ല, അച്ചായൻ്റെ ജോലിയാണ്. എനിക്ക് 19 വയസ്സായപ്പോൾ തന്നെ ഞാനൊരു യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ എന്ന് പറഞ്ഞ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് സദേൺ കാലിഫോർണിയ പ്രദേശത്ത്. എനിക്ക് ആ ജോലി കിട്ടിയപ്പോൾ ഞാൻ ഒരു യഹൂദ ബോസായിരുന്നു എൻ്റെ ഡയറക്റ്റ് സ്ട്രീറ്റ് ഡയറക്ടർ. അപ്പോൾ ഒരു ആദ്യത്തെ മാസം തന്നെ ഞാൻ യേശുവിനെ പറ്റി പുള്ളിക്കാരനോട് പറയാൻ തുടങ്ങി. അപ്പൊ യഹൂദരോട് നമ്മൾ യേശുവിനെ പറ്റി പറയുമ്പോൾ തന്നെ അവർ പറയും, ആ യേശു ആരാന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ എല്ലാ പ്രോബ്ലംസിന്റെ പ്രധാന വ്യക്തിയാണ് യേശു, ഇതുകൊണ്ടാണ് ഞങ്ങളോട് നിങ്ങളെല്ലാം യുദ്ധം ചെയ്തിട്ടുള്ളത്, അതാരാന്ന് എനിക്കറിയാം. അടുത്ത ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു, ദിലീപൻ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ നല്ലൊരു വർക്കറാണ്. പ്രീ മെഡിസിൻ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. മെഡിസിൻ ചെയ്യാൻ വേണ്ടി അവിടെ പ്രീ മെഡിക്കൽ കോഴ്സ്, ഒരു 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് മെഡിസിനിലോട്ട് പോകുന്നത്. അടുത്ത ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യം, നീ യേശുവിൻ്റെ കാര്യം ഒരു പ്രാവശ്യം കൂടി ഇവിടെ പറയുവാണെങ്കിൽ നിനക്കിവിടെ ജോലിയില്ല, ജോലി കാണത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ലൂമൻ, എനിക്ക് യേശു എൻ്റെ യേശുവിനെ പറ്റി പറയാൻ എനിക്ക് മറ്റേ എൻ്റെ ജോലിയൊന്നും പോയില്ല. അടുത്ത ഒരു 6 വർഷം കൂടി ഞാൻ അവിടെ ജോലി ചെയ്തു. ലൂമൻ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പേ ഞാൻ പുള്ളിക്കാരെ കണ്ടപ്പോൾ തന്നെ എന്നോടൊരു കാര്യം പുള്ളി പറഞ്ഞു, യേശു ആരാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മുടെ വാക്കിലും കൂടെ യേശു ആരാന്ന് നമുക്ക് മനസ്സിലാകണം, മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ ഈ യേശു പറഞ്ഞ ഒരു ഉപമയുണ്ടല്ലോ, ഈ ടാലന്റിന്റെ ഉപമ, അതിലൊന്ന് കിട്ടിയ മനുഷ്യരെ പോലെ നമ്മളെല്ലാവരും ആയിപ്പോകും. ഒന്ന് കിട്ടി സന്തോഷിക്കാൻ നമുക്ക്. അതൊരു ടാലന്റിന്റെ വാല്യൂ നമ്മൾ ശരിക്കും മനസ്സിലാവുകയാണെങ്കിൽ, ആ സാൽവേഷൻ, യേശുവിന്റെ രക്തത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ഈ ദേശം മാത്രമല്ല, ഈ ഭൂമി മൊത്തം മാനസാന്തരത്തിന്റെ ഒരു അനുഭവത്തിലോട്ട് വരും. യേശു ആരാന്ന് നമ്മൾ മനസ്സിലാവുമ്പോൾ അത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ടാലന്റ് അല്ലാതെ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ധാന്യമാണ് യേശു എന്ന് പറയുന്ന ജീവിതവും മരണവും റെസറക്ഷനും. അതിൽ കവിഞ്ഞൊരു സ്റ്റോറി ഇല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ ഭൂമിയിലും വേറൊരു സ്റ്റോറി, ട്രാൻസ്ഫോർമേഷണൽ സ്റ്റോറി വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും യേശു ആരാന്നുള്ള ഒരു അനുഭവം, നമുക്ക് പുതിയ അനുഭവങ്ങൾ വരണം. അപ്പൊ 2ാമത്തെ ദിവസം എന്നോട് എനിക്ക് തോന്നുന്നു ഇതിനകത്തിരുന്ന ഒരു 4 പേരിൽ ഒരാൾ എന്നോട് ചോദിച്ചു, നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എൻ്റെ ജീവിതം ഒരു ഓപ്പൺ ബുക്കാണ്, നീ എന്താണെന്ന് ചോദിച്ചു. അപ്പം എന്നെക്കുറിച്ച് എൻ്റെ കൊച്ചുകാലങ്ങളെ കഥകൾ ഇവനറിയണം. ഞാൻ പറഞ്ഞു, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആദ്യം ചോദിച്ച ഒരു ചോദ്യം, എൻ്റെ ഭാര്യയെ ഞാൻ എവിടെയാണ് കണ്ടത്?
കോളേജിൽ കണ്ട് പരിചയമാ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൻ വേറെ ചോദ്യം ചോദിച്ച്, നിനക്ക് ഇന്ന് അവളെ ആദ്യം കണ്ടപ്പോഴുള്ള സ്നേഹമാണ് ഇന്ന് ഇപ്പോഴും ഉള്ളതെന്ന്. ഇപ്പൊ ഞാൻ ഓർത്തുപോയി, താലിബാൻ എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പോലും സ്നേഹം എന്താണെന്ന് അവർക്കൊരു ചോദ്യചിഹ്നമാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാരായി എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ഒന്ന് ബോധ്യപ്പെടുത്തുമായിരുന്നു. ഇവർ അത്രയും വലിയ ഡിഫറൻ്റ് അല്ലെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു ചോദ്യം അവൻ എന്നോട് ചോദിച്ചു. പിന്നെ പല കാര്യങ്ങൾ, എൻ്റെ ബാല്യ കാര്യങ്ങൾ ഒത്തിരി ചോദിച്ചു. ഒരു 1.5 മണിക്കൂർ പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സ് വന്നൊരു ചിന്ത, ദൈവമേ ഇവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്കൊരു അവസരം തരണം. അപ്പം അത് ചിന്തിച്ച് കഴിഞ്ഞതിന് മുമ്പേ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ ഇവിടെ വന്ന് ഈ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ മെയിൻ കാരണം നിന്നെ ഇതാണ് നിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്നത്. അവൻ പറഞ്ഞ ശരിയാ. ഞാൻ പറഞ്ഞ ഓരോ കഥയിൽ നിന്ന് അവൻ ഊഹിച്ചെടുത്ത സാരം അതായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ഇതെൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ഈ ഗ്യാങ്ങില്, ഈ ഒരു ടീമില് എനിക്ക് 4 വയസ്സുള്ളപ്പം തുടങ്ങിയതാണ്. 5 വയസ്സാകുന്നതിന് മുമ്പേ ഞാൻ ഒരാളെ കൊന്നു. ഇപ്പം 14-15 വർഷമായിട്ട് ഞാൻ ഈ ഗ്യാങ്ങിലുണ്ട്. അപ്പൊ ഞാൻ അന്തം വിട്ടുപോയി. ഇവനൊരു 19 വയസ്സുണ്ടെന്ന എൻ്റെ മനസ്സിൽ അവനെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രതീതി എനിക്ക് മനസ്സിലായത്. 19 വയസ്സുകാരൻ 15 വർഷമായിട്ട് ഒരു താലിബാൻ ഗ്യാങ്ങിൽ ഉള്ളൊരു മനുഷ്യൻ യാഥാർത്ഥ്യമായിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? നിന്റെ ജീവിതം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെക്കാളും വ്യത്യാസം? അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണോ നമുക്ക് യേശുവിനെ പറ്റി ഒരാളോട് പറയാൻ? നമുക്കുള്ള സന്തോഷം, നമുക്കുള്ള സമാധാനം അത് യേശുവിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണെന്ന് മറ്റുള്ളവർ കേൾക്കാൻ വാഞ്ചിക്കുവാണ്. അവര് കരയുവാണ്. പക്ഷെ യേശുവിനെ പറ്റി പറയാൻ ആളില്ല. സഭായോഗങ്ങൾ നമുക്ക് പലയിടത്താണ് കിടക്കുന്നത്. പക്ഷെ യേശു ആരാന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ ആളുകളില്ല. ഈ ഹോള് ഇവിടെ ഉള്ളത് ഒരു അമേരിക്കൻ മിഷണറിയുടെ ഒരു ജീവിതം കൊണ്ടാ അല്ലേ? അയാള് എന്തൊക്കെയോ വിട്ട് അന്യ രാജ്യത്തിൽ വന്ന് യേശു ആരാന്ന് നമ്മുടെ പിതാക്കളോടും മാതാക്കളോടും പറഞ്ഞു കൊടുത്തു അല്ലേ? ഈ രാജ്യത്ത് ആദ്യമായിട്ട് യേശു ആരാന്ന് വന്ന് പറഞ്ഞു കൊടുത്തത് തോമസ് ആയിരുന്നല്ലേ, അപ്പോസ്തലനായ തോമസ്. അപ്പം യേശു എൻ്റെ ജീവിതത്തിൽ ഇച്ചിരിയും കൂടെ എൻ്റെ ജീവനേക്കാളും എൻ്റെ ജോലിയേക്കാളും എൻ്റെ കുടുംബത്തിനേക്കാളും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവനൊരു കപ്പലെടുത്ത് കപ്പലിൽ കയറി ഇവിടം വരെ വന്നു. പലപ്പോഴും നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേന് നമുക്ക് പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മുടെ പഠിത്തം, നമ്മുടെ ജോലി, നമ്മുടെ പദവി, നമ്മുടെ കുടുംബം. ഇതൊന്നും തെറ്റാണെന്നല്ല. പക്ഷെ യേശു ഇതിൻ്റെ ലിസ്റ്റിൻ്റെ മണ്ടയ്ക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഇല്ലെന്ന് പറയുന്നതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ളൊരു കാര്യം. ഈ ലിസ്റ്റൊക്കെ വെച്ചോ, എനിക്ക് ലിസ്റ്റുള്ള ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളും ആ ലിസ്റ്റിൽ വരുന്ന, ഞാൻ മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന എന്തുവാ, നമ്മുടെ വാക്കുകളാണ് പ്രാർത്ഥനയെന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു ചിന്ത. പക്ഷെ യേശു ഒരു പ്രാർത്ഥന ആയിരുന്നു എന്നുള്ളൊരു ചിന്ത ഒരു 7-8 വർഷമായുള്ള എനിക്ക് ആ ചിന്ത വന്നിട്ട്.
യേശുവിന്റെ ജീവിതം ഒരു പ്രാർത്ഥനയായിരുന്നു. യേശുവിന്റെ ജീവിതത്തിൽ ഒരൊറ്റ എയിമേ ഉള്ളായിരുന്നു, എന്റെ പിതാവിനെ നിങ്ങൾ അറിയണം, ഞാനും എന്റെ പിതാവും ഒന്നാണ്. അദ്ദേഹം പറയാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ വില്ലല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട. അതാണ് എന്റെ ജീവിതം, അതാണ് എന്റെ പ്രാർത്ഥന, അത് മാത്രം എനിക്ക് മതി. അപ്പൊ യേശുവിന്റെ ജീവിതം എന്തായിരുന്നു? ദൈവം ആരാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവരെ കാണിക്കുന്നതിന്റെ ഒരു പ്രാർത്ഥന ജീവിതമായിരുന്നു യേശുവിന്റെ ജീവിതം. അതുപോലാണ് നമ്മളെ ജീവിക്കാൻ യേശു പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അതല്ലേ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന കൂടം അല്ലെങ്കിൽ പ്രാർത്ഥന ഒരു ദിവസം, ഒരു പ്രാർത്ഥന സമയം നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറണം. ഈ മനുഷ്യൻ ഒരു 3 മണിക്കൂർ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, നിന്റെ അമേരിക്കയിലെ ജീവിതത്തെ കുറിച്ച് എന്നോടൊന്ന് കുറച്ച് പറയാവോ? അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഇവനെ ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം വലിയ ചൂടുകേറിയ മുസ്ലിങ്ങൾക്ക് അമേരിക്ക ഒരു എനിമിയാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ബിഗ് സൈറ്റ് എന്നാണ് ഭയങ്കര വലിയ പിശാച് എന്നാണ് അവർ പറയുന്നത്. കാരണം അമേരിക്ക അതപതിച്ചു പോയി പല പല രീതിയിലും അമേരിക്ക ആ ഒരു പാദത്തിലോട്ട് പോകുന്നുണ്ട്. അത് തെറ്റില്ല പറയുന്നത്, പക്ഷേ അവനറിയണം എങ്ങനെയാണ് ജീവിതം. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, അമേരിക്കൻ ലൈഫ് എന്ന് പറഞ്ഞാൽ പല പല ചോയ്സ് ഉള്ള ഒരു ലൈഫാണ്. അപ്പൊ നമുക്ക് നല്ല ചോയ്സും എടുക്കാം, പക്ഷെ ചീത്ത ചോയ്സും എടുക്കാം. എന്നിട്ട് അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് പഠിക്കാൻ പറ്റുമോ അമേരിക്കയിൽ പോവുകയാണെങ്കിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് വയസ്സാണേലും അമേരിക്കയിൽ പഠിത്തത്തിന് ഒരു കുറവുമില്ല, നിനക്ക് എപ്പോഴാണെങ്കിലും പഠിക്കാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ചിന്ത വന്നത്, താലിബാൻ ആദ്യം റൂൾ ചെയ്തുകൊണ്ടിരുന്ന 95 through 2001, അന്നേരം പഠിക്കാൻ പോകേണ്ടതിന് പകരം താലിബാൻ പഠിത്തമൊന്നും വേണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഇഫക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് 2012. അപ്പം ഒരു പള്ളിക്കൂടത്തില് സ്റ്റെപ്പ് പോലും ചവിട്ടാത്ത ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു വാഞ്ച, ഞാൻ എന്തെങ്കിലും പഠിച്ചായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനായി തീർത്തില്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നീട് അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, നിനക്ക് എന്നെ അമേരിക്ക കൊണ്ടുപോകാമോ? ഈ ചോദ്യം വലിയൊരു രസമായിട്ട് ചോദ്യം. കാരണം ഞാൻ പെട്ടെന്നൊരു ലോജിക്കലായിട്ട് ശരി കൊണ്ടുപോകാമല്ലോ. ആ തോക്കുകളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും യെസ് പറയാനാ താല്പര്യം. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അന്നേരം വെടിവെച്ചാൽ എന്തോ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ശരി എന്നാ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. നിനക്കൊരു പാസ്പോർട്ട് വേണം, അമേരിക്കൻ എംബസി പോയി വീസ വേണം. ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വില്ലേജിന്റെ പോലും വെളി പോയിട്ടില്ല. ഞാൻ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു 5 മണിക്കൂർ ഇവിടുന്ന് യാത്ര ചെയ്താൽ പോകും, അവിടെ പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അമേരിക്ക പോകും? ഞാൻ അവനോട് പറഞ്ഞു വന്നത്, നമ്മൾ ചില ചോയ്സസ് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഓരോ ദിവസവും കിട്ടും. അവനെടുത്ത ചോയ്സ് അവൻ്റെ അപ്പനെ പോലെ അവനാകണം. അപ്പൻ ഈ ടീമില് ഉണ്ടായിരുന്നു. മറ്റാരെങ്കിലും ഇവർക്ക് എഗ്രി ചെയ്യാത്ത ആൾക്കാർ അവരുടെ വില്ലേജിലോട്ട് വല്ലതും വരുവാണെങ്കിൽ അടിപിടി പല കലഹങ്ങളാണ് അവിടെ നടക്കുന്നത്. അതവർക്ക് ശരിക്കും കിട്ടുന്നത് നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഐ ഫോർ ഐ, ടൂത്ത് ഫോർ ടൂത്ത് എന്നുള്ള ഒരു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ജീവിതം. ഇപ്പോഴും ക്രിസ്തുവിന്റെ ഫൊർഗിവ്നെസ് എന്തോ ആണെന്ന് ഇതുവരെ മനസ്സിലാകാത്ത ആൾക്കാര് നമ്മളെ പോലുള്ള ക്രിസ്തുവിനെ സേവിക്കുന്ന ആൾക്കാർ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അവർക്ക് മനസ്സിലാകും? അപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു റെവലേഷൻ, വെളിപ്പാട് ഒരുപക്ഷെ ചിലവർക്ക് കിട്ടുന്ന വാക്കിൽ കൂടായിരിക്കും, അല്ലെ? 3 മണിക്കൂറത്തെ ഈ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട്
ഞാൻ എൻ്റെ കോളീഗിനോട് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നാൽ ഇവർക്ക് വല്ല കുഴപ്പമുണ്ടോ? കാരണം 12 മണിക്കൂർ 10 മണിക്കൂർ നടന്നു കഴിഞ്ഞിട്ട് രാത്രി കിടക്കാതെ ഇത് രണ്ടാമത്തെ ദിവസം ഒരു 3-4 മണിയായെന്ന് വെച്ചു. ഒന്ന് ഞാൻ ഇച്ചിരി ടയർഡായിരുന്നു. ഒരു വളരെ ലൈഫ് ഗിവിങ് ഒരു കോൺവെർസേഷൻ ആയിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ടയർഡായിട്ട് തോന്നി. ഏറ്റവും അവസാനം ഇവൻ കോൺവെർസേഷൻ എല്ലാം തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം എൻ്റെ തല നിലത്ത് വെക്കുന്നതിന് മുമ്പേ ഇങ്ങനൊരു വാക്ക് ഞാൻ കേട്ടു. ഇവനെ എന്തുകൊണ്ടാണ് നമ്മൾ കൊല്ലാൻ പോകുന്നത്? ഇവനൊരു സമാധാന പുരുഷനാണല്ലോ. നമ്മളെക്കാളും ഭേദമായിട്ടുള്ള ഒരു മുസ്ലിമാണ് ഇവൻ. ഈ മുസ്ലിം എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെഫിനിഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ someone who is submitted completely to the Almighty. പൂർണ്ണമായിട്ട് ഒരു മനുഷ്യൻ ദൈവത്തെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം. അവരുടെ വിശ്വാസ പ്രാക്ടീസ് വരുമ്പോഴത്തേന് 5 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കണം. പല 5 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓരോ വർഷവും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നല്ലൊരു മുസ്ലിം. നമുക്കും അങ്ങനെ ചില ട്രഡീഷൻസ് ഉണ്ടല്ലോ, പക്ഷേ അതിൽ കൂടുതൽ അവർ ചിന്തിക്കുന്നില്ല. നമ്മുടെ മനസ്സ് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം ആയില്ല, പക്ഷെ ഈ പ്രവൃത്തികൾ നമ്മുടെ ആഴമായിട്ടുള്ള ആത്മാവിൻ്റെ വാഞ്ചയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണെന്ന് മറ്റുള്ളവർ കാണുമ്പോഴത്തേന് അവരെന്തോ കാണുന്നത് അറിയോ? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്രിസ്തുവിനെ അവർ കാണും. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയേക്കാം. 3-ാമത്തെ 4-ാമത്തെ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തീർന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇതിൻ്റെ പുറകിൽ പല കാര്യങ്ങളും ദൈവം ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പാസ്റ്റർ മുമ്പേ പറഞ്ഞ പോലെ ഒബാമ പ്രസിഡന്റ് ആയിട്ടുള്ള സമയമായിരുന്നു നടന്നത്. എൻ്റെ ഈ സിറ്റുവേഷൻ നടക്കുന്നതിൻ്റെ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പേ പ്രസിഡന്റ് ഒബാമ ഒരു ഫംഗ്ഷൻ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. അതിൽ 2010 42 വർഷം അഫ്ഗാനിസ്ഥാനിൽ ഒരു ഓഫ്തമോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഐ ഡോക്ടർ, അമേരിക്കൻ ഡോക്ടർ, അന്ന് എൻ്റെ 2-3 ക്ലോസ് ഫ്രണ്ട്സ് അതിനകത്തുണ്ടായിരുന്നു. ഒരു ടീമിനെ ഒരു മെഡിക്കൽ മിഷൻസിന് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴി അവരെ 10 പേരെ ഷൂട്ട് ചെയ്ത് കൊന്നായിരുന്നു. അപ്പം ആ പുള്ളിക്കാരനൊരു പോസ്റ്റ്യൂമസ് അവാർഡ് ഇന്ന് മോന് കിട്ടിയ പോലെ ഒരു അവാർഡ് പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു. അപ്പം പല ചർച്ചകൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒബാമ പറഞ്ഞു, ഇനി ഒരു അമേരിക്കൻ ഡോക്ടർ താലിബാൻ കൊല്ലാനിടയാകുന്നതിന് മുമ്പേ മിലിറ്ററി ഇതിനെ പോയി രക്ഷിക്കണമെന്ന്. അപ്പം എനിക്കിതിൻ്റെ ഒരു ഐഡിയ ഇല്ല. 5-ാമത്തെ ദിവസം രാവിലെ ഞാൻ ഓൾറെഡി കിടന്നുറങ്ങുന്ന ഒരു സമയം ഈ ആളുകൾ ശബ്ദം ഉണ്ടാക്കുന്നു, പട്ടികൾ കുരയ്ക്കുന്നു, പല ശബ്ദം വെളി കേട്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉണർന്നു. ആദ്യം എനിക്ക് കേൾക്കുന്ന ഒരു സൗണ്ട് ഒരു ഗൺ ഷോട്ടാണ്. ആദ്യത്തെ ഈ നിങ്ങൾ ചിലവർ അമേരിക്കൻ മിലിറ്ററിയിൽ പല ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പം നേവി, ആർമി, എയർഫോഴ്സ്, അങ്ങനെയുള്ള 4 മറീൻസ്, അങ്ങനെയുള്ള 4 ഭാഗങ്ങളുണ്ടല്ലോ. നേവിയിലെ നേവി സീൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ് ഈ നേവി സീൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടീമാണ് ഈ ഒസാമ ബിൻ ലാദനെ പോയി കൊല്ലുകയും ചില ആൾക്കാരെ റെസ്ക്യൂ ചെയ്ത ആ ഒരു ടീമിൻ്റെ ഒത്തിരി ട്രെയിനിങ് കിട്ടുന്ന ഏറ്റവും എലീറ്റ് ഒരു മിലിറ്ററി ഭാഗമാണ്. അപ്പം അതിലെ ഒരു ഗ്രൂപ്പ്, ഇവരൊരു 10-25 പേരുണ്ടായിരുന്നു. പക്ഷെ ഒരു 4 പേരെ ഈ മുറിയിലോട്ട് കയറി വന്നുള്ളൂ.
ആദ്യം കൊല്ലുന്നത് ഈ എന്നോട് 3 മണിക്കൂർ സംസാരിച്ച ആ പയ്യൻ, അവന്റെ തോക്കിൽ നിന്ന് വെടിവെച്ച് ഒരു സീല് വെടിയേറ്റു. അവൻ താഴെ വീണപ്പോൾ തന്നെ 3 പേരും കൂടെ കയറി വന്നു. രണ്ടാമത്തവൻ എൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേനാണ് എൻ്റെ ശരിക്കും ഒരു ബോധം തെളിഞ്ഞത്, ഇത് അമേരിക്കൻ മിലിറ്ററി ആണല്ലോ എന്നുള്ളത്. കാരണം ഒരു 4-5 ദിവസം അല്ല, ഒരു 6 ദിവസം ഞാൻ ഇതിനു മുമ്പേ വേറൊരു സ്ഥലത്തു നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ തന്നെ വേറെ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നത് കാരണം ഞാനൊരു 5-6 ദിവസമായി ഇംഗ്ലീഷ് തന്നെ കേട്ടിട്ട്. അപ്പം ഇംഗ്ലീഷ് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് എടുത്തു ഇതെന്തോ നടക്കുന്നതെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടി. പക്ഷേ എനിക്ക് ആ ഒരു റെസ്ക്യൂ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ഏറ്റവും എസ്പെഷ്യലി ഇപ്പോഴൊക്കെ ഇപ്പോൾ ഒരു 12.5 വർഷമായി ഇത് നടന്നിട്ട്, ഇപ്പോഴും ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെന്ന് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, ദൈവം ചെയ്യുന്ന പല അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഒരു കാര്യം ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞോട്ടെ, എൻ്റെ ജീവിതമോ എൻ്റെ മരണമോ അല്ല ദൈവത്തിന് ഇമ്പോർട്ടൻ്റ്, ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവത്തിന് ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ പല സമയങ്ങളിൽ നമുക്ക് മറന്നുപോകും. നമ്മൾ ഓരോ കാര്യങ്ങൾ വേണ്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, ഓ ദൈവം എന്നെ ഒന്ന് സംരക്ഷിക്കാവോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് പാലിക്കാവോ. നമ്മളാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ടെന്ന് നമ്മൾ തന്നെ കാണും. പക്ഷേ ഏതൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും മെയിൻ ക്യാരക്ടർ എപ്പോഴും ദൈവമാണ്. ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുകയും നമ്മളങ്ങനെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ശരിക്കും മഹത്വം കിട്ടുന്നത്. അപ്പം തുടങ്ങിയപ്പോൾ തന്നെ ഈ സന്തോഷം, സമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പല കഠിനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും ആ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അതൊരിക്കലും മാറുന്നില്ല. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഞാൻ 5 ദിവസം ഈ 4-5 ആൾക്കാരുടെ കൂട്ടത്തിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് കാരണം എൻ്റെ ഒരു വലിയൊരു വാഞ്ചയുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവരെങ്ങനെയെങ്കിലും യേശു ആരാന്ന് മനസ്സിലാക്കിയോ ദൈവമേ. കാരണം നമ്മളിപ്പം ചെയ്യാനുള്ള സാഹചര്യം പോലെ ഇവർ സ്നാനപ്പെട്ടില്ല, അന്യഭാഷയൊന്നും അറിയത്തില്ല, അവരൊരു സഭയിൽ പോയില്ല. പക്ഷേ എങ്ങനെയോ ഈ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ ഇവർക്കൊരു വെളിപ്പാട് കിട്ടിയോ. ഞാനൊരു ചർച്ചിൽ സിയാറ്റിൽ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ, വാഷിങ്ടൺ സ്റ്റേറ്റിൽ ഞാൻ സംസാരിക്കുമായിരുന്നു ഇതിനെപ്പറ്റി ഒരു 12 വർഷം മുമ്പ്, 2013 അപ്പം ഞാൻ ഈ സംഭവത്തിൻ്റെ അവസാനം പറയുന്നതിന് മുമ്പേ ഒരു സഹോദരി എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു, നീ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു വിഷൻ ഉണ്ടായി. ഞാൻ അതിനെപ്പറ്റി ഒന്ന് നിന്നോട് പറഞ്ഞോട്ടെ. ഇവരെല്ലാം മിലിറ്ററി ഇവരെ കൊല്ലുന്നതിന് മുമ്പേ യേശു ഈ റൂമിൽ വന്ന് നിന്നു. എന്നിട്ട് ഇവരോടെല്ലാം പറഞ്ഞു, ഞാനാണ് ഇവൻ റെപ്രസെന്റ് ചെയ്യുന്ന ദൈവം, എന്നിൽ കൂടെ നിങ്ങൾക്ക് മോചനമുണ്ട് എന്നുള്ളൊരു വാക്ക് ഇവർക്ക് യേശു വെളിപ്പെട്ട് ഇവർ പറഞ്ഞു. അപ്പം അതിങ്ങനെ ഓർത്ത് കുറച്ച് നാൾ. പക്ഷേ ഞാൻ മറന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇവരെല്ലാം വെടിയേറ്റ് ചോര ഇങ്ങനെ പൂൾ ചെയ്ത് കിടക്കുന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ യേശു ഇവരുടെ മുന്നിൽ വെളിപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ തോമസ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം തോമസ് ഒത്തിരി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? അവൻ മറ്റുള്ളവരോട് പറഞ്ഞ, അല്ല, ഞാൻ എൻ്റെ വിരല് ഈ കയ്യിലും ഈ ദേഹത്തും പിടിച്ച് നോക്കാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പം യേശു അപ്പിയർ ചെയ്തപ്പോൾ തന്നെ യേശുവിന് അത് മനസ്സിലായിട്ട് ചോദിച്ചു,
നീ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്ന, കാണാത്ത എന്തുമാത്രം ആൾക്കാർ വിശ്വസിച്ച് അവരാണ് ബ്ലസ്ഡ്. അത് നിങ്ങളും ഞാനുമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഞാൻ. ദൈവത്തിൻ്റെ ഓരോ പ്രമാണത്തിൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പല പല വ്യക്തികൾ കാണും. നമ്മൾ ആരോടും പറയാതെ ദൈവം ആരാന്ന് വിഷനിൽ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചോ കേട്ടോ ദൈവം ആരാന്ന്. പക്ഷേ നമുക്കെല്ലാം ഈ തോമസ് അന്നേരം പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യോ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. എനിക്ക് പല വർഷങ്ങളായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ തോമസ് മാണ്ടൊന്ന് പോയി കാണണമെന്ന്. ഞാൻ 2 വർഷം മുമ്പേ അതെനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ. 2.5 വർഷം മുമ്പേ ചെന്നൈയിൽ സിറ്റിയുടെ വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്ത് ഈ തോമസ് എവിടെയാണ് മരിച്ചതെന്ന് അവർക്കൊരു ഐഡിയ ഉള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ചാപ്പലും ഇപ്പോൾ ഒരു വലിയൊരു കാത്തലിക് ചർച്ചും ഉണ്ട്. അന്നൊക്കെ ഓർത്തഡോക്സ് ചർച്ചായിരുന്നു കാണും, 4ാമത്തെ നൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ തോമസ് പറഞ്ഞ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വേണം. കാരണം നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും യേശു ഒരു കർത്താവാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ യേശു ഒരു നല്ലൊരു ടീച്ചറാണെന്ന് പറയാൻ പറ്റും. പക്ഷേ കർത്താവും ദൈവവും ആകുന്നു എന്നുള്ളൊരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേന് നമ്മുടെ ജീവിതം മാറിപ്പോകും. പക്ഷെ നമുക്ക് മാത്രം ആ ഒരു ടാലൻ്റ് ഉള്ള വ്യക്തിയെ പോലെ നമുക്ക് മാത്രം കീപ്പ് ചെയ്യാനുള്ളൊരു വെളിപ്പാടല്ല അത്. ഞാൻ നിങ്ങളോട് ഇച്ചിരി കൂടെ ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഇന്ന് നിങ്ങൾ അറിയുന്ന കർത്താവ് നാളെ ഒരു പുതിയ വെളിപ്പാട് വേണം. ഈ കർത്താവ് ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്നായിട്ട് പറയുവാൻ അറിയാവുന്ന ഒരു ടെസ്റ്റിമോണിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ആ വാക്കുകൾ ദൈവം നമ്മളെ എല്ലാവരെയും ചലഞ്ച് ചെയ്യട്ടെ. കാരണം നമ്മുടെ ജീവിതം ഈ ഒരു ചെറിയൊരു ചുറ്റുപാടിൽ ജീവിച്ചു പോകേണ്ട ഒരു ജീവിതമല്ല. ഈ സ്ഥലങ്ങളല്ല ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ജോലിയല്ല ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ചർച്ച അല്ല ഇമ്പോർട്ടൻ്റ്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആരാണ്, അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. യേശുവിൻ വാക്കുകൾ നമ്മളെല്ലാം സഹായിക്കട്ടെ. നമുക്ക് ജീവിക്കുവാനുള്ള ഒരു പുതിയൊരു എൻകറേജ്മെൻറ്റ് തരട്ടെ. ദൈവത്തിന് സ്തോത്രം.